ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയ പ്ലാന്റ് പരിചയപ്പെടുത്താമേ. ഈ സുന്ദരി പ്ലാന്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഇതിൻ്റെ പേര് റിസാലിയം അങ്ങനെയൊക്കെയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു കാറ്റസ് വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റാണ്. ഇതിനൊരുപാട് ഓവറായിട്ട് വെള്ളം പാടില്ല. വെള്ളം ആയിപ്പോയാൽ ഈ പ്ലാന്റ് ചീഞ്ഞു പോകും. നല്ല ഭംഗിയുള്ള ഈ പ്ലാന്റിന് വെയിൽ അത്യാവശ്യമാണ്. വെയിലില്ലെന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് ഫുള്ളും ഗ്രീനായി പോകും. നല്ലതായി വെയിൽ കൊള്ളാത്ത ഈ ഭാഗമൊക്കെ കണ്ട നല്ല ഗ്രീനായിട്ടാണ് കിടക്കുന്നത് കണ്ട. അപ്പോൾ ഇത് ഞാൻ ആദ്യം എനിക്കറിഞ്ഞിട്ട് ഷെയ്ഡിലാണ് ഇട്ടിരുന്നത്. ഷെയ്ഡ് ഇട്ടപ്പോൾ ഫുള്ളും നല്ല ഗ്രീനായിട്ട് മാറി ഈ പ്ലാന്റ്. അങ്ങനെ പിന്നെ ഞാൻ വെയിലത്തോട്ട് മാറ്റിയപ്പോഴാണ് ഈ ഭംഗി വന്നത് കേട്ടോ. നല്ല എന്തോന്ന് കളർന്ന് റെഡ് കളറാ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടേ. പിന്നെ ഇതിൽ ഒരു മുത്ത് വെച്ച് പിടിപ്പിച്ചത് കണക്ക് മുത്ത് വരും. ഈ പ്ലാന്റിൽ നിറയെ എൻ്റെ ലീഫിലൊക്കെ മുത്ത് വരും. ഇതിലൊക്കെ വന്ന് തുടങ്ങി. ഇവിടെ കുറച്ച് ഇതൊക്കെ കാണാൻ പറ്റണം. ഇതാണേ കണ്ട, ഇതുപോലെ മുത്ത് വെച്ച് പിടിപ്പിച്ചത് കണക്ക് ഇതിൻ്റെ അരിയിലൊക്കെ മുത്ത് വരും. ഇത് കണ്ട, ഇതുപോലെ എല്ലാത്തിൻ്റെ ലീഫിൻ്റെ സൈഡിലെല്ലാം ഈ ഫ്രോക്കിൽ മുത്ത് വെച്ച് പിടിപ്പിച്ചത് കണക്ക് വരുവേ എല്ലാത്തിനും. പക്ഷേ വെയിലും കിട്ടണ പ്ലാന്റ് എത്തി നല്ല മെച്ചറാകുമ്പോഴാണ് ഇങ്ങനെ നിറയെ ഇങ്ങനെ വരണത്. ഇപ്പോൾ എനിക്ക് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ പ്ലാന്റിൻ്റെ കെയർ ചെയ്യണത് പോട്ടിങ്ങും എല്ലാം എന്തോന്നാണ് ചകിരിച്ചോറ് കൂടുതലായിട്ടുള്ള പോട്ടിങ്ങാണ് എടുക്കേണ്ട. മണൽ വേണം, ചകിരിച്ചോറ്, കമ്പോസ്റ്റ് എന്തെങ്കിലും ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ എന്തോന്നുണ്ടെങ്കിൽ നമുക്കതിട്ട് കൊടുക്കാം. പിന്നെ ഇതിന് വെള്ളം നമ്മൾ കൊടുക്കുന്നത് നനവ് നോക്കിയിട്ട് മാത്രമേ കൊടുക്കാവൂ. നനവ് ഒരുപാടായിപ്പോയാൽ ഈ പ്ലാന്റ് ചീഞ്ഞു പോവേ. അപ്പം നനവ് നോക്കിയിട്ട് ഒന്നരാടം ഒരു 2-3 ദിവസം കൂടുമ്പോൾ, മഴയൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഒഴിക്കാറേ ഇല്ല. അത് നോക്കിയിട്ടൊന്ന് വെള്ളം കൊടുത്താൽ മതി. പിന്നെ വളം കൊടുക്കണ രീതി, വളം നമുക്ക് NPK തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതാണ് ഇതിന് നല്ലത്, വളർച്ചയ്ക്ക് നല്ലത്. ഇതൊന്നും ആദ്യം എത്തി പാടായിരിക്കും വളർന്ന് എത്തി വരാം. പക്ഷേ പിന്നെ നല്ല വെയിലും അതിൻ്റെ നല്ല കാലാവസ്ഥയായാൽ നല്ല ഗ്രോത്താണ്. നല്ലതായിട്ട് വളർന്ന് നല്ല ഭംഗിയായിട്ട് വരും, പെട്ടെന്ന് വരും. പിന്നെ ഇതിൻ്റെ നമുക്ക് വച്ച് പിടിപ്പിക്കാനായിട്ട് ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ജിഫിയിലോ വേറെ പോട്ടിൽ എന്തോന്നിലും ആണെങ്കിലും ഇതിനെ വച്ച് പിടിപ്പിക്കാം. മണലിൽ കുത്തിയാലും ഇത് പിടിക്കും. ഞാൻ മാറ്റി പിടിപ്പിച്ചിട്ടുള്ളതാണ്. ജിഫിയിലും പിടിപ്പിച്ച് അല്ലാതെ മണ്ണിലും വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പിടിച്ചു വരും. പിടിച്ചെത്തി വളർന്ന് വരാൻ എത്തിപ്പാടാണ്. അത് കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് കുറച്ച് കഴിയുമ്പോൾ നല്ലതായിട്ട് വന്നോളും. ആദ്യം വരുമ്പോൾ നമുക്ക് ഷെയ്ഡിൽ വയ്ക്കുമ്പോൾ അത് ഗ്രീൻ കളറിലേ ഇരിക്കുകയുള്ളൂ. പിന്നെ നമ്മളിതുപോലെ വെയിലത്തോട്ട് മാറ്റി വെച്ച് ചെടി നല്ല ഒരു ഇതാകുമ്പോഴേ ഈ റെഡ് കളറിലോട്ട് വരുവുള്ളേ. പിന്നെ നേരിട്ട് മഴ വീടിനടുത്ത് ഇതിനെ വയ്ക്കാനും പാടില്ല, അതും പാടില്ല. ഷെയ്ഡിൽ നമ്മൾ ഓർക്കിഡൊക്കെ സെറ്റ് ചെയ്യും പോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ഇതിന് നല്ലതാണ്, നല്ല ഭംഗിയാണ് ഇത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഞാൻ ഇടയ്ക്ക് അങ്ങനെ വലിയ കീടബാധയോ പുഴുശല്യം അങ്ങനെയൊന്നും ഈ പ്ലാന്റിന് ഇതുവരെ വന്നിട്ടില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ഞാൻ മറ്റു പ്ലാന്റുകൾക്കൊക്കെ കൊടുക്കുന്ന കൂട്ടത്ത് ഇതിനൊരല്പം കൊടുക്കാറുണ്ട്. ഈ പ്ലാന്റ് ആരെങ്കിലും കയ്യിലുണ്ടോ? എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ആയെന്നാണ് തോന്നുന്നത്. ഒരു ലീഫ്, ഇതിൻ്റെ എവിടെ നിന്നെങ്കിലും ഒരു ലീഫ് കിട്ടിയാൽ അതിനെ കൊണ്ടുവന്ന് വെച്ച് നമുക്ക് പിടിപ്പിക്കാം. എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ കൂട്ടുകാർ വാങ്ങിക്കണം. ഞാൻ ഒരു കുഞ്ഞു പ്ലാന്റ് ജിഫിയിലുള്ളത് വാങ്ങിച്ചതാണ്. അതാണ് ഞാൻ ഇത്രയാക്കി എടുത്തത്. കൂട്ടുകാർക്ക് ഈ പ്ലാന്റ് ഇഷ്ടമായാൽ നല്ല ഭംഗിയാണ്, നല്ല ഇതാണ്. എല്ലാവരും വാങ്ങിച്ച് വളർത്തണം, നല്ല ഭംഗിയാണ് ഇത്. വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ഇടണം, ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ഓക്കേ.